ആ ബായ് പണിക്ക് പോവായിരിക്കും. അതെ ചേട്ടാ. ആ ചെല്ലു ചെല്ലു. ഇതിനൊക്കെ ഒരു പണിക്കും പോകാത്ത മലയാളിക്ക് വേണ്ടി പണി. ഇപ്പോഴും ബസ്സുള്ളതാ വരും. ചേട്ടാ ആ ഡോർ തുറന്നു. ടൈമിങ്ങളല്ലേ മര്യാദക്ക് വിളി. ഇവിടാണോ? നീ ഇപ്പൊ വാക്കപ്പണിക്കും സെപ്റ്റി ടാങ്കിന്റെ പണിക്കൊന്നും പോണില്ലേ? 2 ദിവസം ആയിട്ടില്ല. ഈ ബേലെ കണ്ടില്ല, എങ്ങനെ പോവാണ്? ഡെയിലി മഴയൊന്നും നോക്കണ്ടാ, നീ പണിക്ക് വെക്കോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണിയോ. മലയാളിയുടെ ഒരു ഗതികേട് ബംഗാളിയുടെ പണിക്ക് വിട്ടിട്ട് മലയാളിക്ക് കഴിയും. പട്ടി അതൊക്കെ വെറുപ്പാണ്. ജബ്ബാറെ, അവൻ അവിടെ ഇറങ്ങിയിട്ട് കൊറേ നേരായി. ഇതുവരെ ഫോൺ എടുക്കുന്നല്ലോടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുതലക്കുളം മൊത്തം നരിച്ചു പറിക്കാലോ. എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താണ് ഈ വണ്ടി കുഴപ്പം? എന്താ കുഴപ്പമില്ലാത്തത്? ഇടക്കൊന്ന് തള്ളണം. തന്റെ ഭാഗത്തുള്ള നിർത്ത്. മുതലക്കുളം പോയാലും ആളിനെ നമുക്കറിയില്ലല്ലോ. അവൻ ഫോൺ എടുക്കാൻ നമ്മൾ അവിടെ ചെന്ന് കറങ്ങിയ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഇടയിലാണ് പോലീസും ഉണ്ട്. എന്നാ നമ്മൾ ആരെങ്കിലും ഒരാൾ പോയാലോ? അതിന് നിനക്ക് അവനെ അറിയോ? ഇല്ല, അക്കറിയാലോ. എനിക്കൊന്നും ഇവരെ ചീത്തയാക്കണം. നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പിന്നെ പോലീസ് ഒന്നുകൂടെ വിളിച്ച് നോക്കാം. എവിടെ നിന്നാണ് നല്ല സാമ്പാറിന്റെ മണം അല്ലേടാ? കിട്ടിയ ഇല്ല. ഹലോ മോട്ടോ. എങ്ങോട്ടാ? ആരെ കാണാനേ? നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവനെ കാണാൻ വേണ്ടി വന്നാണ്. റൂം നമ്പർ 22-ലുണ്ട്. രാവിലെ പോയല്ലോ. പോയോ? എപ്പോ? ഒരു 3/4 മണിക്കൂർ വന്നിട്ടുണ്ടാവും. എങ്ങടെ പോയെന്നറിയോ? അതെനിക്കറിയില്ല. എന്തേ? എടാ, ആളിവിടെ ഇല്ലല്ലോ. എങ്ങോട്ടാ പോയെന്നറിയാവോ? എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും അടയാളമുണ്ടോ അതിന്റെ? അത് 25 വയസ്സ് പ്രായം തോന്നും. തന്റെ ഒക്കെ പൊക്കം ഉണ്ടാവും. വെളുത്തിട്ടാ, ചെറുതായിട്ട് താടിയൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ചാരക്കളർ ഷർട്ടും ചുമല വേഗമായിട്ട്. ആ സാബുവിന്റെ കൂടെ കൊറിയർ ഓഫീസിൽ ഉണ്ടായിരുന്ന ജോലി കളയുണ്ടായിരുന്നു മോനെ. ഞാൻ എങ്ങനെയാ ഈ കുടുംബം നോക്കണെന്ന് മോനറിയാലോ. ഞാനൊരു എഞ്ചിനീയറാണ്. ദിവസം മുഴുവനും ഫ്ലാറ്റുകൾ കയറി ഇറങ്ങി, കാല് മുഴുവനും നീരാ, നടക്കാൻ പോലും വയ്യാണ്ടായി. ഒരു പെണ്ണാണെങ്കിൽ കെട്ടിച്ചു വിടാനുള്ള പ്രായമായി. ഭക്ഷണം കഴിക്കുന്ന നേരത്തിൽ ഉമ്മാക്കൊന്നും മിണ്ടാതിരുന്നു. വീട്ടിൽ നാട്ടിൽ ഇപ്പൊ മനസമാധാനം ഇല്ലാണ്ടായി. ഈ കൂലിപ്പണി ചെയ്യാൻ വേണ്ടിയല്ലേ ഞാനിത്ര കഷ്ടപ്പെട്ട് പഠിച്ചത്. കൊറിയർ ഓഫീസിൽ ജോലി ഞാൻ എന്ന് കെട്ടിക്കാനാണ് ഇവിടെ. ഒരു നല്ല ജോലി കിട്ടട്ടെ, അപ്പാലോചിക്ക കല്യാണം. അല്ല ഭക്ഷണം കഴിക്കണം. മോനെ നടന്നു. ഇനി എപ്പ ചെല്ലാനാ? ഈ ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. ഇന്ന് ട്യൂഷന് പോണോ? പോവാൻ നോക്കണം മടിയാ. ഈ പ്രാവശ്യം നിന്റെ പേപ്പറിലെ മുട്ടക്കച്ചവടം നിർത്തിയില്ലെങ്കിലാ ഒറ്റൊരം തന്നാലുണ്ടല്ലോ. ആ കല്യാണ പെണ്ണിന്റെ ഡ്രസ്സ് തച്ചത് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ആ മാനേജർ തന്നെ കൊല്ലും. ഓഹോ, നിനക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ തന്നെ 9:15 കഴിഞ്ഞു. അവരവിടെ എത്താറായിട്ടുണ്ടാവും. ചതിച്ച
ഒരു 10 മിനിറ്റ്. ഇപ്പൊ വരാം. അതെ, ഒരു ഉപകാരം ചെയ്യാം. എന്താ? എന്റെ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മിസ്സായി പോയി. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ഒരാളെ വിളിക്കാനായിരുന്നു. ഫോണൊന്ന് തരാമോ? ഓ, മനസ്സിലായി. പെൺപിള്ളേരുടെ നമ്പർ ഒപ്പിക്കാൻ പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങിക്കാണല്ലേ? അങ്ങനെയല്ല, എന്റെ ഫോൺ മിസ്സായി പോയതുകൊണ്ട്. എന്താടോ, തനിക്ക് നമ്പർ വേണം? നിന്നെ പോലുള്ള ആൾക്കാർ കാരണ ഇവിടെ പെൺപിള്ളേർക്ക് വഴി ഇറങ്ങി നടക്കാൻ പറ്റാത്ത. അയ്യോ മാഡം, അങ്ങനെ തനിക്ക് എന്തിനാ എന്റെ നമ്പർ? രാത്രി വിളിച്ച് കുറുങ്ങാനോ അതോ മെസ്സേജ് അയക്കാനോ? മാഡം വിചാരിക്കുന്ന പോലെ ഒരാൾ. പറയണോ? എന്താ മീര മോളെ? ഒന്നുമില്ല മാഡം, ഒരു പൂവാലൻ. ശരിയാണ്. ഈ ചായക്കട AC ആണ്. ആ അതാണ് ഇതിന്റെ ഒക്കെ കുഴപ്പം. ചായക്കട AC ആണെങ്കിൽ ചായ തണുത്തൂല്ലേ? ചായ കുടിക്കുമ്പോ AC ഓഫ് ചെയ്താ പോരെ? അത് ശരിയാണല്ലോ. ചായക്കടക്കാരന്റെ ചായയിലെ AC ഇല്ലേ? എന്റെ കർത്താവേ, പിന്നെങ്കിലും ഇത് നടത്തി തരണേ. ഡീസൽ തീരാറായെന്നാ തോന്നുന്നു. തുടങ്ങിയല്ലോ, അപ്പത്തേക്ക് തീരാറായ. ഞാനെന്ത് അതെ, പകുതിക്കുള്ളിൽ ഞങ്ങളല്ലേ തള്ളിയത്. അതുകൊണ്ട് ഇവിടം വരെ എത്തി. അത് തള്ളാം. നന്ദിയില്ല. അക്ക, വണ്ടി സ്റ്റാർട്ടാവാൻ സമയം പിടിക്കും. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലാ? അതൊക്കെ രാവിലെ കഴിച്ചിട്ട് അക്ക വണ്ടി തല്ലിപ്പോയി. 9:30-ക്കുള്ളിൽ അവനെ കിട്ടിയിട്ടില്ലെങ്കിൽ നീയൊക്കെ ഇനി മുഴുവൻ പട്ടിണിയിലായിരിക്കും. അത് മറക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ ബാബ. ഹലോ ബാബ, നമ്മൾ 8:30 മുതൽ ട്രൈ ചെയ്യുന്ന അവൻ ഫോൺ എടുക്കുന്നില്ല. അവൻ ലോഡ്ജിൽ നിന്നൊക്കെ ഇറങ്ങിയതാ. കഥ മാറിയെന്നാ തോന്നുന്നത്. ഫോൺ കട്ടി ഓക്കെ ബാബ. ഹലോ ബാബ. വാർത്തയ്ക്കുള്ള വകുപ്പായോ സാറേ? ഇല്ല ബാബ, ഞങ്ങൾ സ്പോട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ. 9:30 ആയിട്ടുള്ളൂ. നേരത്തെ നമ്മളോട് പോയി ഹാജരിട്ട ലോക്കൽ ടീമിന്റെ സ്കാനിങ് നമ്മൾ വിടും. അതുകൊണ്ടാ. ഓക്കെ ബാബ. താങ്ക് യു. ഹലോ ബാബ, അവൻ ഇവിടുന്ന് 8:30 മുമ്പേ പോയെന്നാ തോന്നുന്നത്. അതിനിടയ്ക്ക് ഞാനൊന്ന് കക്കൂസിൽ പോയി വരുമ്പോഴേക്കും താക്കോൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവനെ തിരക്കി 3-4 പേര് ഇവിടെ വന്നിരുന്നു. കാഴ്ചയിൽ അത്ര നല്ലവരാണെന്ന് തോന്നിയില്ല. സ്വാമി, വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം. ശരി ബാബ. സാധനം എടുത്ത് മാറ്റാൻ പറ. ഓനാറാമ്പറപ്പ് കാട്ടിയെന്നാ തോന്നണേ. അങ്ങനെയെങ്കിൽ അവന്റെ മുഖം ചുമക്കണം. വണ്ടി ഇറക്കടാ.